So if I could request all the people associated with the movie to kindly pose for a picture. ലാസാറിൻ്റെ ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് കാണാൻ പറ്റിയ സാറിനും പ്രൊഫസറിനും ഞാൻ ഭയങ്കര ഫാനാണ് സാറിൽ. പണ്ട് കുറേ കാലം ഏൽപ്പിച്ചിട്ടുണ്ട് സാർ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഒരു സിനിമയുടെ വിജയത്തിന് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത് എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും സഹകരണ പ്രതീക്ഷയോടും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം നമ്മുടെ മീഡിയ ഫ്രണ്ട്സിന്. ആൻഡ് ഓഫ് കോഴ്സ് ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ കൂടെ ഇന്ന് ചേർന്നിട്ടുള്ള ഒരുപാട് ഗസ്റ്റ്സ് ഉണ്ട്, അവർക്കും സ്വാഗതം. നമ്മുടെ ഈ സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് ഇവിടെയുണ്ട്, അവർക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഫ്രണ്ട് റോസിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ തിളങ്ങുകയാണ്, ആരെയൊക്കെ എങ്ങനെയൊക്കെ വെൽക്കം ചെയ്യണം എന്നാണ്. ഇഫ് ഐ കുഡ് സ്റ്റാർട്ട് ബൈ വെൽക്കമിങ് ആ ചീഫ് ഗസ്റ്റ് ഓഫ് ദി ഡേ, പ്രഭു സർ. സ്നേഹപൂർവ്വം സ്വാഗതം. എനിക്ക് തമിഴ് ഒരു രക്ഷയില്ല. ആൻഡ് ഓഫ് കോഴ്സ് the captain of the ship, Jean-Paul Lal, popularly known as Junior Lal. Junior മാത്രമല്ല സീനിയർ തൊട്ടുപുറത്തിരിപ്പുണ്ട് ലാൽ സർ, സ്വാഗതം. And right next to him we have സുരേഷ് കൃഷ്ണ സർ. ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അവരില്ലാതെ ഒരു പരിപാടിയും നടക്കില്ല എന്നുള്ളതുകൊണ്ട് we have Naveen Yermeni from Maitri Movie Makers, one of our production partners, and of course Alan Anthony and Anup Venugopal. Godspeed ആണ് ഇവർ രണ്ടുപേരും ചേർന്നാണ് സിനിമ നമ്മളിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞോ ഇല്ല. We have a super protagonist. Tovino is right here in front of me. This is very handsome, this is very talented. Tovino is here. Saubin ചേട്ടാ സ്വാഗതം. സ്നേഹം മാത്രമേ പറയാനുള്ളൂ. And if I could also mention Mr. Albi, നമ്മളുടെ DOP കൈകാര്യം ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ സുവിൻ. മ്യൂസിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജാക്സൺ ആൻഡ് നേഹയാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. കോസ്റ്റ്യൂം ഇസ് ബീങ് brought to us by Ekta. മേക്കപ്പ് ചെയ്തിരിക്കുന്നത് RG വയനാട്. ആൻഡ് എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് രതീഷ് രാജ്. ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഈ സിനിമയും പതിവ് പോലെ തന്നെ സൂപ്പർ മെഗാ ബമ്പർ ഹിറ്റ് ആകട്ടെ. ഇതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ ഇവിടെ തന്നെ നമുക്ക് ഇതുപോലെ കൂടാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും. 2024 പൊളിക്കും. Right. If I could welcome the person sitting right next to him. ഒരു ആങ്കർ എന്ന നിലയ്ക്ക് ഞങ്ങൾ ആങ്കേഴ്സ് പലരും ചില ടേംസ് ഒക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ അധികം സ്പേസ് ഉള്ള ഒരാൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറയാം. പക്ഷേ ഇത് ഞാൻ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല, പഠിച്ചു വെച്ചത് പറയുന്നതല്ല, ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇദ്ദേഹത്തിൻ്റെതായിട്ട് ഒരു സ്പേസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഇദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ ഇദ്ദേഹത്തിന്റെ അത്രയും ഇദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. If I could welcome Sri Sawan Shah here onto the stage to speak to all of us. സാർ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. പിന്നെ നടികർ തിലകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയത് തന്നെ വളരെയധികം സന്തോഷം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെയല്ല, ഇത് വേറൊരു രീതിയിലുള്ള ഫിലിം കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും കണക്റ്റായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ അതിലൂടെ ക്ഷണിച്ച ജീൻ, ലാൽ സാർ, എല്ലാവർക്കും വളരെയധികം സന്തോഷം. പിന്നെ ലാൽ സാറിൻ്റെ ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് കാണാൻ പറ്റിയ സാറിനും പ്രൊഫസറിനും ഞാൻ ഭയങ്കര ഫാനാണ് സാറിൽ. പണ്ട് കുറേ കാലം ഏൽപ്പിച്ചിട്ടുണ്ട് സാറ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണും പടം. ഇനി കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ഇറങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. 100% എല്ലാവർക്കും അത് മനസ്സിൽ തട്ടുന്ന കുറേ മുഹൂർത്തങ്ങളുണ്ട് പടത്തിൽ. ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. താങ്ക് യു. ഇത്രയും സംസാരിക്കലോ അധികം സംസാരിക്കലോ എന്നുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും ചോദിക്കേണ്ട, ബുദ്ധിമുട്ടിക്കുന്നില്ല. സോ നമ്മുടെ ഒരു അജണ്ട പ്രകാരം സാർ നമുക്കറിയാലോ അടുത്തത് പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ച് അവരായിരുന്നു സംസാരിക്കേണ്ടത്. ബട്ട് റൈറ്റ് നൗ വി ഹാവ് എ ക്വിക്ക് പ്ലാൻ ചേഞ്ച് ആസ് ദേ ആർ നോട്ട് വില്ലിംഗ് ടു കം ഫോർവേഡ് ടു സ്പീക്ക്. സോ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഉറക്കെ മെൻഷൻ ചെയ്യാം. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഡെഫിനറ്റ്ലി മൈത്രി മൂവി മേക്കേഴ്സ് ആണ്. ഒരുപാട് സിനിമകളുടെ ഒന്നും പേര് ഇവരെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ആവശ്യമില്ല, ഒരൊറ്റ സിനിമ മതി. പുഷ്പ എന്ന മൂവി നമ്മൾക്ക് മുന്നിൽ എത്തിച്ചത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ്. ആൻഡ് പുഷ്പ 2 ദ റൂൾ ഇസ് ഗെറ്റിംഗ് റെഡി ടു റിലീസ്. സോ ഗോഡ് സ്പീഡ്, ഓൾ ദി ബെസ്റ്റ്. അത് പറഞ്ഞപ്പോൾ ഗോഡ് സ്പീഡ് എന്നുള്ള പേരും കൂടെ ഞാൻ പറഞ്ഞേ പറ്റൂ. നമ്മുടെ മണത്തൂർ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് അവർ. ആലൻ ആന്റണി ആൻഡ് അനൂപ് വേണുഗോപാൽ, അവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ദി ഓഡിയൻസ് ഞാൻ വിഷയമാണ്. ഒരു സിനിമയിൽ നിർത്തേണ്ട, തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ. മികച്ച സിനിമകൾ നിങ്ങളുടെ ഗോഡ് സ്പീഡിൽ നിന്നും ഉണ്ടാവട്ടെ. ഗോഡ് സ്പീഡ്. റൈറ്റ്. So kind of you. Okay, thank you. Your name? Okay, so that's the story. ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ലുക്ക്. Yeah.
அனூப் சார் உங்கள் பேரை மென்ஷன் பண்ண தப்பான வச்சுக்காதீங்க. தேங்க்யூ. மிஸ்டர் அனூப்புக்கு வாங்க, வருங்க. தேங்க்யூ ஸோ மச். நடிகர் திலகம் பேர், நடிகர் திலகம் டைட்டில் இஸ் சேஞ்ச் டு நடிகர். ஓகே. When my handsome hero Tovino is there, he is a nadigar. You're going to become a Tilakam one day. Okay? Thank you so much, Jean. Thank you for understanding us, and thank you for coming out with this wonderful guest. Thank you, Alan. Thank you, Alan. Thank you, every son. Thank you, sir. Thank you, boss. Thank you. Thank you, children. ஐயோ ஐயோ, இது சரியா இல்லைன்னா நமக்கு க்ளோஸ்அப் சரியா இருக்காது. தேங்க்யூ ஸோ மச். தேங்க்யூ த ஹோல் டீம் ஆஃப் நடிகர். தேங்க்யூ ஸோ மச் சார். அண்ட் hello to all the media and press. Thank you so much. All the affection you showed to me is because of my father, and thank you so much for always being there for us. Thank you. ഓക്കെ, സാർ പറഞ്ഞു ഇനി നമ്മളൊന്ന് കാണാൻ പോവാണ്. പേര് ചേഞ്ച് ചെയ്തതടക്കമുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ലോഞ്ച് ആണ് ഓൺ സ്ക്രീൻ നടക്കുന്നത്. സോ ഹിയർ വി ഗോ. ദ കൗണ്ട് ഡൗൺ ബിഗിൻസ് റൈറ്റ് നൗ. Associated with the movie to kindly pose for a picture. So there is it, ladies and gentlemen. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കഥ നമ്മളെല്ലാവരും കേട്ടു. ബാക്കി കഥ സ്ക്രീനിൽ കാണാം. മെയ് 3-ാം തീയതി 2024 സിനിമ റിലീസാണ്. ഓക്കെ, നമ്മളെ സാർ കഴിഞ്ഞില്ലേ? സാർ ഇനി വേറെ ഒന്നും സംസാരിക്കാനില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ര മീഡിയ പ്രവർത്തകരുടെ എല്ലാം പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനി ഈ ഒരു പുതിയ പേര് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമേ അത് കഴിയുള്ളൂ. അത് നിങ്ങളുടെ വശത്ത് പൂർണ്ണമായിട്ടും ഉണ്ടാവും. ഞങ്ങളുടെ കൂടെ നിങ്ങൾ റിലീസ് വരെയും റിലീസ് കഴിഞ്ഞും ഒക്കെ ഉണ്ടാവുമെന്നുള്ള ഒരുപാട് വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങളോടൊക്കെ അപേക്ഷിക്കുകയാണ്. ഇവിടെ വന്നു ചേർന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യന്മാർക്കും ബന്ധുമിത്രാർത്ഥികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം വീണ്ടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പ്രഭു സാറിന് 1000